അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. 2-3 ദിവസം ഞാൻ എൻ്റെ മജ്ജ ഒരു ടെസ്റ്റ് നടത്താനുണ്ടായിരുന്നു. അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു, ഇവിടെ സിംഗപ്പൂരിൽ തന്നെ. ആ ടെസ്റ്റ് എന്താ പറയുക, അതൊരു പ്രത്യേക ചികിത്സയാണ്. വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ എൻ്റെ മജ്ജ മോനിക്ക് ഷൂട്ടാവാത്ത, അല്ലെങ്കിൽ ആ ഒരു ചികിത്സക്ക് എൻ്റെ മജ്ജ മോനിക്ക് ആവാത്ത ഒരു വല്ലാത്തൊരു വിഷമകരമായ ഒരവസ്ഥയിൽ റിപ്പോർട്ട് ഇന്ന് എത്തി. ആ ഒരു വേദനയുണ്ട്. ഇൻഷാ അല്ലാ ഇനി ഞാൻ അടുത്ത ഭാര്യയുടെ ടെസ്റ്റ് നടത്തണം. അല്ലെങ്കിൽ അവൻ്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്, അവരെ ടെസ്റ്റ് നടത്തണം. ഏതായാലും ഏതിലെങ്കിലും ഒന്നിൽ പ്രതീക്ഷയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാനൊന്നും കഴിയില്ല. ഒരൊറ്റ കാര്യം, പല ആളുകളും അനീസ് മോൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പല ആളുകളും എത്ര വന്നു, എന്തായി, ഉസ്താദ് തട്ടിപ്പാണ് അല്ലെങ്കിൽ വെട്ടിപ്പാണ്, അല്ലെങ്കിൽ ഉസ്താദ് കോടികളോ ലക്ഷങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അനീസ് മോൻ്റെ സഹായ അഭ്യർത്ഥന വീഡിയോ നിരന്തരമായി ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പല കമൻറ്റുകളും പലതും കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഒരൊറ്റ കാര്യം പറയാം. ഇങ്ങനെ പറയുന്നവരോട്, തട്ടിപ്പാണ് അല്ലെങ്കിൽ വെട്ടിപ്പാണ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനാണ് എന്ന് പറയുന്നവരോട് ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. കോടികളോ ലക്ഷങ്ങളോ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ മോനെ വെച്ചിട്ട് പണമുണ്ടാക്കിയിട്ട് എൻ്റെ പൊന്നുമോൻക്ക് ഒരു നേരത്തെ ആഹാരം, ഒരു രുചിയുള്ള ഭക്ഷണം എൻ്റെ പൊന്നുമോൻക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ലക്ഷങ്ങളും കോടികളും വന്നിട്ട് എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ എനിക്കുള്ളത്? ഒരു പിതാവിനുള്ളത് എന്താണ്? ലക്ഷങ്ങളോ കോടികളോ എനിക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായി ഞാൻ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ല എന്ന് ആവർത്തിച്ച് നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ഇതിലപ്പുറം എനിക്ക് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ തെളിയിക്കാനോ ഒന്നുമില്ല. പിന്നെ അനീസിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് കുറേ എനിക്ക് ഇന്ന് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അനീസിൻ്റെ അസുഖം ഒന്നിലേറെ മൾട്ടിപ്പിൾ അസുഖങ്ങളാണ് അനീസിനുള്ളത്. അത് എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഞാനും എൻ്റെ മോനും മാത്രമാണ് ഇവിടെ മാസങ്ങളായി നിൽക്കുന്നത്. എൻ്റെ ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ട് വളരെ വേദനാജനകമായിട്ട് കയ്യാണ്. അപ്പം ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്ത, ചില കാര്യങ്ങൾ അത് എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ വിദേശത്ത് ചികിത്സ നടക്കുമ്പോൾ അതിൻ്റെതായ ക്രൗഡ് ഫണ്ടിലൂടെയുള്ള ചില കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലത് പറയാതിരിക്കുന്നത്. ഇൻഷാ അല്ലാ കൃത്യമായി അനീസ് മോൻ്റെ ചികിത്സ കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ പൊന്നുമോൻക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ, ഇത്രയും കാലമെടുത്ത ട്രീറ്റ്മെൻറ്റ്, ചികിത്സ, ഇതുമായി ബന്ധപ്പെട്ട് മോൻ്റെ ലിവറിന് പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ, ഭാര്യ അവിടെയാണ്, ഉമ്മ എവിടെയാണ്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട്. ഏതായാലും നിങ്ങൾ നൽകിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടികളോ ലക്ഷങ്ങളോ ഞാൻ ഉണ്ടാക്കി തന്നെ സങ്കല്പിക്കുക. എൻ്റെ മകൻ്റെ ചോദ്യത്തിന്, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ഒരു നേരത്തെ ആഹാരം, രുചിയുള്ള ആഹാരം എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് പിതാവ് ആണ്? നിവൃത്തികേട് കൊണ്ട് മാത്രമാണ്. റിയാസ് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അങ്ങനെ മോൻ്റെ അവസ്ഥ, ഇപ്പോൾ മജ്ജൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം എൻ്റെ ടെസ്റ്റ് നടത്തി 3 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് മാച്ചായില്ല. അതിൻ്റെ ഒരു സങ്കടം വേറെ ഭാഗത്തുണ്ട്. ഇനി ഭാര്യൻ്റെ ടെസ്റ്റ് നടത്തണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട സർജറി, പിന്നെ ചികിത്സയൊക്കെ നടന്നു. ഇനി ഇഞ്ചക്ഷനുകളാണ്. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഒരു ഇതാണ്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് പാതി വയ്യിൽ നിൽക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും സഹായം അഭ്യർത്ഥിച്ചത്. പല ആളുകൾക്കും എത്ര വന്നു, ഇനി എത്ര വേണമെന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥയാണ് ഇങ്ങനെ വീണ്ടും ഇതാകുന്നത് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാം. അനീസിൻ്റെ ചികിത്സ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ കൃത്യമായി വന്നതും ചെലവായതൊക്കെ വളരെ ഓഡിറ്റിങ്ങോടെ തന്നെ ഈ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അത് ഞാൻ ചെയ്തിരിക്കും. അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അതിൻ്റെ ഇടയിൽ ചില ആളുകൾ വന്നിട്ട് പല നിലക്കുള്ള മോശമായി കോടികൾ തട്ടിപ്പുകാരനാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞാനും തകർന്നു പോവാണ്.
സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായി ഒരുപാട് ആളുകൾ അനീസ് എങ്ങനെയുണ്ട് ചോദിച്ചിട്ട് മെസ്സേജ് ആക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് ഞാൻ റബ്ബിന്റെ ഒരു അനുഗ്രഹം പറയുന്നുണ്ട്. ഒരുപാട് വിഷമം എൻ്റെ മനസ്സിലുണ്ട്. കാരണം മോൻ ഇന്നും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മാത്രമല്ല ഇവിടെ വന്നിപ്പോൾ ഒരു മാസത്തിലേറെയായി. മോനിക്ക് ഉമ്മാനെ കാണണം, അവൻ്റെ ഏട്ടന്മാരെ കൂടെ കളിക്കണം. എന്നോട് എപ്പോഴും അതാ പറയുന്നത്, മതി ജാവുപ്പ, ഈ ചികിത്സക്ക് മതി ജാവുപ്പ. ജാവുപ്പ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ, സങ്കടപ്പെടുന്നത് കാണുമ്പോൾ, 8 വയസ്സായില്ലേ, അതൊക്കെ അവനക്ക് പറയാനുള്ള ഒരിതായി. അവന് മുമ്പത്തെ പോലെയല്ല. എന്നോട് പറയും മതി ജാവുപ്പ, ജാവുപ്പാൻ ആരും കളിയാക്കണ്ട ജാവുപ്പ. ചിലപ്പോൾ അവൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ചില മെസ്സേജുകൾ ഞാൻ മൊബൈൽ വെച്ച് പോയാലും അവൻ കേൾക്കുന്നത്. അപ്പം ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ, മോൻ്റെ അവസ്ഥകൾ അങ്ങനെയാണ്. അത്രത്തോളം പ്രയാസങ്ങൾ ഇനിയും അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉമ്മാനെ കാണണം ഇൻഷാ അല്ലാ. ഇപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ ഒരു ചെറിയ ഇടവേളക്ക് നാട്ടിൽ പോയിട്ട് വീണ്ടും 1.5 മാസം കഴിഞ്ഞ് വന്നിട്ട് സർജറിയാണ്. നമ്മൾ അനീസിന്റെ പറഞ്ഞാൽ നാവിൻ്റെ ഓരോ ഭാഗത്തു നിന്ന് ഓരോ സൈഡിൽ നിന്ന് പിന്നെ ഇത് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പൂർണ്ണമായി മാറണം. അതിനു വേണ്ടിയാണ് എൻ്റെ മോനെ പൂർണ്ണമായി മാറിയിട്ട് ഈ സമൂഹത്തിന്, ഇവനെ ചേർത്ത് പിടിച്ച ജാതിമത എന്നെ ചേർത്ത് പിടിച്ച ഈ സമൂഹത്തിന് ഒരു നല്ല മകനായി, നല്ലൊരു മകനായി എൻ്റെ മോന് വളരണം. നിങ്ങൾ എന്ത് ധരിച്ച, ഇന്നലെ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് സുഖാവും, നീ ഒന്നും ടെൻഷനാക്കണ്ട, ഇൻഷാ അല്ലാ ജീവിതത്തിൽ നിനക്ക് ഒരുപാട് പ്രാർത്ഥനയുണ്ട്, നീ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തും. അപ്പൊ എന്നോട് പറഞ്ഞു, ജാവുപ്പ എനിക്ക് ഡോക്ടറും ഉസ്താദും ആവണോ? ഞാൻ ചോദിച്ചു, ഇതുവരെ നീ ഉസ്താദ് ആവണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ എന്താ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞത്? ജാവുപ്പ ഞാൻ ഇപ്പോ ഇങ്ങനെല്ല വേദന അനുഭവിക്കണേ, എനിക്ക് ഇഞ്ചക്ഷനൊക്കെ തരുമ്പോ വേദന ഇല്ലാതെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ഇത്തരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണോ? പാവപ്പെട്ടവർക്ക് ഫ്രീ ചികിത്സ കൊടുക്കാൻ പറ്റണോ? അതിന് ഞാൻ ഒരു ഡോക്ടർ ആവണമെന്ന് പറയുമ്പോൾ സത്യം നെഞ്ചു പൊട്ടിപ്പോയി. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാത്രിയുടെ ഹക്കുകൊണ്ട് എൻ്റെ പൊന്നുമോന്റെ ഉദ്ദേശം അള്ളാഹു സഫലീകരിച്ച് തരട്ടെ. വലിയ സന്തോഷമായി. അപ്പോൾ പല ആളുകൾക്കും പല നിലക്കും സംശയങ്ങൾ സ്വാഭാവികമാണ്. ഉസ്താദിന്റെ വീഡിയോക്ക് ആദ്യം ഇട്ടപ്പോൾ പല നിലക്കുള്ള ബാങ്കിന്റെ നിരന്തരമായുള്ള തടസ്സമാണ്. രണ്ടാമത് വീഡിയോ ഇട്ടപ്പോൾ ഈ സഹായിച്ച ആളുകൾ വീണ്ടും സഹായിച്ചില്ല എന്ന് പറയുന്നില്ല, അത്രത്തോളം ഉണ്ടാവില്ല. അപ്പൊ അവസാന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ മകനിക്ക് വേണ്ടിയാ നാളെ ഒരു വീഡിയോ കൂടി ഇടാണ്. ഞാൻ ഈ മറുപടികളൊന്നും തരാനില്ല. ഞാൻ പറഞ്ഞ കൃത്യമായി എല്ലാം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി നിങ്ങൾക്ക് നൽകും. നാളെ ഒരിക്കൽ കൂടി ഒരു വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിട്ട് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും, കാരണം അത് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പിന്നെ 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ചികിത്സയുണ്ട്. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം തുടർ ചികിത്സകൾ എൻ്റെ മോനിക്ക് വേണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും നിങ്ങൾ സഹായിച്ചവരോട് ഒരിക്കൽ കൂടി നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സഹായം ഒരിക്കൽ കൂടി, ഇനി ഏകദേശം 10-40 ലക്ഷം രൂപയോളം ഇനിയുണ്ടെങ്കിൽ അവന്റെ ഒരു 2 സർജറിയോളം നമുക്ക്, പിന്നത്തെ കാര്യം എനിക്കറിയില്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കൃത്യമായി ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്. നടത്തുന്ന നിങ്ങൾ നൽകിയ സഹായം കൊണ്ട് മെച്ചമുണ്ട് ചോദിച്ചാൽ ഒരുപാട് മെച്ചം എൻ്റെ പൊന്നുമോനിക്കുണ്ട്. എനിക്ക് ആഗ്രഹം, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചതുപോലെ എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പ് ഒരേ ഒരു ദിവസം മതി എൻ്റെ മോനോടൊപ്പം ഒരു നല്ല രുചിയുള്ള എരിവുള്ള ഭക്ഷണം എൻ്റെ പൊന്നുമോന് കഴിച്ചിട്ട് പിറ്റേ ദിവസം എൻ്റെ ആയുസ് പോയാലും എനിക്ക് കുഴപ്പമില്ല. അത്രത്തോളം മോന് വേദന അനുഭവിക്കുകയാണ്. മജ്ജന്റെ കാര്യങ്ങളുണ്ട്. അത്രയും ചില കാര്യങ്ങൾ എനിക്ക് പബ്ലിക്കായി പറയുന്നതിൽ, നിങ്ങളോട് പറയുന്നതിൽ വിഷമമുണ്ട്. അതുപോലെ എൻ്റെ വീട്ടുകാർ കേൾക്കുന്നതിന് വിഷമമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഏറ്റെടുക്കണം. ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും ഞാൻ ആവർത്തിച്ച് പറയാണ്, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. വലിയ ഒരു എന്താ പറയാ, മനസ്സിന് വലിയ ഓരോ ദിവസം കൂടുമ്പോൾ സന്തോഷവും പ്രതീക്ഷയും ദുഃഖവും കൂടി എല്ലാം ഒരുമിച്ചാണ്. മോനെപ്പോഴും ഇവിടെ ഇരുന്ന് ഉമ്മാനെ കാണണം എന്നുള്ള, അത് അങ്ങനെയാണല്ലോ. ഞങ്ങളിപ്പം ഉമ്മാനെ കാണാതെ 8 വയസ്സുകാരനായ മോന്റെ ഒരു വിഷമം ഞാൻ പറയണ്ടല്ലോ, എല്ലാ ദിവസവും അതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും അനീസ് മോനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇനി നാട്ടിൽ പോയിട്ട് പിന്നെ ഭാര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ആ ടെസ്റ്റ് അവരുടെ നാട്ടിൽ വെച്ച് നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഇവന് അനീസും കൂടി വേണം. അത് നടത്തിയിട്ട് ഇൻഷാ അല്ലാ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്ന് ജീവിതത്തിലേക്ക്, നാവിനേക്കാൾ ഏറെ പ്രയാസം അതും കൂടി നിങ്ങളോട് പറയാം. അനീസ് മോന് ബാത്റൂമിൽ പോകുമ്പോൾ, അത് വീഡിയോയിലൂടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. അനീസ് മോന് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലഡ് വരുന്നുണ്ട്. അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതും കൂടി പറയാനാണ്. പല ആളുകളും എൻ്റെ പ്രിയപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിലും പ്രിയപ്പെട്ട ഷാജാൻ നിലമ്പൂരും, പ്രത്യേകിച്ച് ഷാജാൻ നിലമ്പൂർ, ഒരുപാട് ഇതിൻ്റെ പിന്നിൽ എൻ്റെ പിന്നിൽ ഒരു കൂടപ്പറപ്പിനെ പോലെ, ഒരു ചാരിറ്റിക്കാരനായിട്ടല്ല, കൂടപ്പറപ്പിനെ പോലെ എൻ്റെ കൂടെ നിരന്തരമായിട്ടുണ്ട്. പല ആളുകളും ഏതോ ഒരു വിഷയത്ത് ആരോ എന്തോ പറഞ്ഞപ്പോൾ എന്നോട് പല ആളുകളും വന്നിട്ട് ചോദിക്കാണ്, അദ്ദേഹത്തിന് എത്ര കമ്മീഷൻ കൊടുത്തു, അദ്ദേഹത്തിന് എത്ര പൈസ കൊടുത്തു. ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ആകെ അദ്ദേഹം സിംഗപ്പൂരിലേക്ക്, എൻ്റെ അനുജന്മാരെ വരെ ഞാൻ കൂട്ടിയിട്ടില്ല, ഞാൻ ഒറ്റക്കാണ് ഇവിടെ എൻ്റെ ഒരു കാര്യങ്ങൾ നടത്താൻ. ഞാൻ മോൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി സിംഗപ്പൂർ വരുമ്പോൾ ഒരു ടിക്കറ്റ് അദ്ദേഹത്തിന് എടുത്തു കൊടുക്കൽ ഞാൻ ബാധ്യസ്ഥനാണ്. അതല്ലാതെ, കാരണം എൻ്റെ മോൻ്റെ ആവശ്യം കൂടിയാണ്. അല്ലാതെ ഒരു കൂടപ്പറപ്പിനെ പോലെ, കാരണം ഷാജാൻ നിലമ്പൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന് ഇന്നും ഇന്നലകളിൽ അറിയുന്നതല്ല, 6 വയസ്സ് മുതലുള്ള എല്ലാ കഥകളും അനീസ് മോനായിട്ട് അറിയാം. അനീസ് മോനായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ആണ്. അനീസിനും ഷാജാൻ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ള പ്രിയപ്പെട്ട ഷാജാനും അനീസും എന്ന് പറഞ്ഞാൽ അവരെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. ചിലപ്പോൾ ഞാനും ഷാജാൻ പല വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു മകനെ പോലെ. കാരണം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഷാജാൻകയുടെ ഓരോ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ അദ്ദേഹം നേരിട്ട് സ്വന്തം പിതാവ് എങ്ങനെയാണോ ആ മോനെ കണ്ട് ആ വേദനകൾ കണ്ടത് അതുപോലെ കണ്ട ഒരു പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തെ വരെ ഇന്ന് ഈ വിഷയത്തിൽ ഇതാക്കുമ്പോൾ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ പല ആളുകൾ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ആരുമില്ലാത്ത സമയത്ത് എൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ വന്നിട്ട് എനിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട ഷാജാൻ നിലമ്പൂർ എൻ്റെ മോനിക്ക് വേണ്ടി കൂടെ നിൽക്കുമ്പോൾ അത്രയും ആളുകളെ പല നിലക്കും എത്ര ഇങ്ങനെ കമന്റുകൾ കാണുമ്പോൾ മാനസികമായിട്ട് ഫക്രുലിക്ക വല്ലാത്തൊരു വിഷമാണ്. അത് വിഷമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ. പല കമന്റുകളും ഇഡിക്ക് പരാതി കൊടുക്കും, ഇത് തട്ടിപ്പാണ്, നിങ്ങൾ കൊടുത്തോളി. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, നിങ്ങൾക്ക് എനിക്ക് എൻ്റെ മോനിക്ക് നൽകിയതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ചിലപ്പോൾ ഞങ്ങൾക്ക് മറുപടി അപ്പോൾ തരാൻ പറ്റാത്തതിന്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചികിത്സ കഴിഞ്ഞ് പറയാം. അത് വിദേശത്ത് ചികിത്സ ആയതുകൊണ്ട് പലതും ഇപ്പൊ പറയാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്തോളി എന്ന് തന്നെ പറയാം. ഞങ്ങൾക്കതിൽ യാതൊരു വിഷയമില്ല. കാരണം എന്താ പറയുക, മകനെ വെച്ചിട്ട് എനിക്കൊന്നും ഉണ്ടാക്കേണ്ടതില്ലാന്ന്, ഒന്നും ഒരാഗ്രഹം പോലും എനിക്കില്ല. നിങ്ങൾ നൽകിയത് ഇപ്പൊ എന്താ ഇതുവരെ വന്നത് പറയാത്ത വന്നത് ഇവിടെ അയച്ചു തരുന്നുണ്ട്. നാട്ടിൽ കമ്മിറ്റിന്റെ ചികിത്സാ കമ്മിറ്റിന്റെ ഇവിടെ ഇതാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ചെലവാക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായി ഇൻഷാ അല്ലാഹ് എല്ലാം നമ്മൾ പറയുമ്പോൾ കൃത്യമായി പറയണം എന്നതുകൊണ്ടാണ് വന്നതും ചെലവായതൊക്കെ അനീസ് മോന്റെ ഒരു ഇത്. കാരണം ഇപ്പൊ എന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഇനിയിപ്പൊ ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞ് നാട്ടിൽ പോയാലും വീണ്ടും ഭാര്യന്റെ ടെസ്റ്റ് അത് നടത്താം, അതുമായി ബന്ധപ്പെട്ട് പോകണം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ കൂടെ നിന്നിട്ടുണ്ട്. അവസാന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് തീർച്ചയായിട്ടും പ്രയർ അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും നാളെ ഒരു വീഡിയോ കൂടി എൻ്റെ മോനിക്ക് വേണ്ടി, എനിക്ക് കൈനീട്ടാൻ എൻ്റെ മോനിക്ക് വേണ്ടിയല്ലേ, ഇവരുടെ അവസ്ഥ എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിങ്ങളോട് പറയാണ്, ഇനി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചികിത്സ അതൊന്ന് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ വന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നത് പോലെയല്ല അനീസിന്റെ അവസ്ഥ. അനീസിന് ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിൽ പോകുമ്പോൾ നിരന്തരം ബ്ലഡ് പോവാണ്. അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്, നാവിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലിവറുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അതോടൊപ്പം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എവിടെ യാത്ര പോവുകയുണ്ടെങ്കിൽ, എവിടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാവലായ ഒരു ദുആ ഉണ്ട്. എൻ്റെ മാതാവ് ആ തണലാണ്. ആ മാതാവ് ഇന്ന് വലിയ പ്രയാസത്തിലും നെഞ്ഞുവേദനയൊക്കെ ആയിട്ട് വലിയ പ്രയാസത്തിലാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞങ്ങൾ എല്ലാം ക്ഷമിച്ചും ഒരു വലിയ ഒരു ധൈര്യത്തിൽ നിൽക്കുന്നത് നമ്മുടെ മാതാവിന്റെ പ്രാർത്ഥനയാണ്. ഉമ്മ ഇന്ന് വല്ലാത്ത പ്രയാസത്തിലാണ്. നിങ്ങൾ ദുആ ചെയ്യണം. മാനെ കാണാത്തതിന് ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമം ഈ ഒരു അവസരത്തിൽ അങ്ങനെയുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. ചില ആളുകൾ നമ്മളോടൊപ്പം സ്നേഹിച്ച് നമ്മളോടൊപ്പം നിന്ന് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഈ അവസരത്തിൽ എന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പിന്നിൽ വലിയ തരത്തില് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനൊരു അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ, ഒരാൾക്കും തരാതിരിക്കട്ടെ എന്നത് മാത്രമാണ്. മോന്റെ അസുഖം ഇപ്പോൾ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ
ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആ ഇതുവരെ നിങ്ങളൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മളുണ്ടാവും ഷിയാബ്ക്ക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു മോനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റിന് പോയ സമയത്ത് പോസ്റ്റ് ഇട്ടപ്പോഴും ഒരുപാട് ആളുകൾ മെസ്സഞ്ചറിലും വാട്സപ്പിലൊക്കെ വന്നിട്ട് മോനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്, അതൊക്കെ വലിയ ധൈര്യമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്, സഹകരണമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും സ്നേഹം മാത്രം. ഒരു വീഡിയോ കൂടി വരുമ്പോൾ നിങ്ങളെല്ലാവരും അത് ഏറ്റെടുത്ത് അവസാനം എൻ്റെ മോനിക്ക് വേണ്ടി അവൻ്റെ ചികിത്സ മുടങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആമീൻ ആമീൻ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനീസ് പുഞ്ചിരിച്ച് ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ വരും, അത് സാധിക്കും എന്ന പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി നിന്നാൽ തീർച്ചയായിട്ടും എൻ്റെ മോന് നല്ല സന്തോഷത്തോടെ വരും. നിങ്ങൾക്കറിയാം, അനീസിനെ കുറിച്ച് അറിയാം. ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് പല രോഗികൾക്കും സ്വന്തം ആ വീഡിയോ കണ്ടിട്ട് അനീസ് മോന് വീഡിയോ ചെയ്തത് ഒരുപാട് 4-5 വീഡിയോ അവൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പേജിൽ പോയാൽ കാണാം. ചിത്രദുർഗയിലെ തശ്വീത്ത് ഒരു കുട്ടിക്ക് വേണ്ടി മോന് മാത്രം ഒരു വീഡിയോ ചെയ്ത് 10 ലക്ഷം രൂപയോളം ആ വീഡിയോ കണ്ട് ജനങ്ങൾ സഹായിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനീസ് മോന്റെ കൂടെ ആളുകളുള്ളത്. അവൻ ചെയ്ത നന്മ, ജാബിർ നിസാമി അല്ല, അവൻ ചെയ്ത നന്മ അവനിക്ക് വലിയ കാവലായിട്ടുണ്ട്. എന്തിലധികം പറയണം. ഇന്നലെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കടക്കുമ്പോ ഞാനൊരു വീഡിയോ പ്രിയപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിൽ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോ എൻ്റെ മോന് പറഞ്ഞു, ജാപ്പ് ആ കുട്ടിക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യട്ടെ എന്ന്. അത്രത്തോളം മനസ്സിൽ എൻ്റെ മോനിക്ക് നന്മയുണ്ട്. അവന് ജീവിതത്തിലേക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മ പ്രവർത്തനം എൻ്റെ പ്രിയപ്പെട്ട അനീസ് മോന് ചെയ്യാൻ സാധിക്കും. അവനിക്കതിന് സാധിക്കണം. എൻ്റെ മോന്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് നിരന്തരം പറയല്ല, നിങ്ങളുടെയൊക്കെ ദുആ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് അവന് മദ്രസയിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ സാധിക്കണം. എല്ലാവരും ഉണ്ടാകണമെന്ന് ഒരുപാട് നിങ്ങളോടൊക്കെ വീണ്ടും ദുആ കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. നാളെ പ്രിയപ്പെട്ട ഷാജാനക്ക് ഇടുന്ന വീഡിയോ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ നിന്ന് സഹകരിച്ചു തരണം. അദ്ദേഹം സ്വന്തം മകനെ പോലെയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിരവധി ചാരിറ്റി വീഡിയോക്ക് നിരവധി രോഗികൾ വിളിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഷാജാനക്ക് അത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഉസ്താദെ അതൊന്നും പറയരുത്, എൻ്റെ അനീസ് മോന് അവന്റെ ചികിത്സ ഒരിതിലേക്ക് എത്തുന്നത് വരെ ഞാനൊരു രോഗിയുടെ വീട് ചെയ്യില്ല ഉസ്താദെ, അത് എൻ്റെ മോനാണെന്ന് പറയണമെങ്കിൽ പണത്തിനോ കമ്മീഷനോ എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. എന്നോട് എന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തകനായ ഉസ്താദിനെ സഹായിക്കണമെന്ന് ഷാജാൻ നിലമ്പൂർ അത് മാത്രമേ കരുതിയെങ്കിൽ 1-2 തവണ അത് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തനമായിട്ട് പോകാമായിരുന്നു. അതൊന്നുമല്ല അദ്ദേഹം നോക്കിയത്. ഇവിടെ വന്നു, കൂടപ്പറപ്പിനെ പോലെ നിന്നു. ഞാനിവിടെ എനിക്കൊരു സഹായത്തിന് ആളില്ലാത്തപ്പോ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് നിൽക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, നിൽക്കാൻ എനിക്കൊരു പ്രയാസമില്ല, പക്ഷേ അനീസിന്റെ പണത്തിൽ നിന്ന് 1 രൂപ എനിക്ക് ചെലവാക്കി പോയാൽ അതെനിക്ക് വലിയ മാനസികമായി പ്രയാസം ഉണ്ടാവും. എൻ്റെ കയ്യിൽ അത്രത്തോളം ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ പോവാണ് ഉസ്താദെ. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് അദ്ദേഹം പറഞ്ഞ് നൽകുന്ന ഒരു ധൈര്യം ആ ഒരു വലിയ ഒരു ഇതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനും പ്രിയപ്പെട്ട ഫിറോസ് കാക്കും അതുപോലെ കൂടെ നിന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും കമന്റുകൾക്കൊന്നും കൂടുതൽ മറുപടി ഇല്ല. ഞാൻ ഇന്ന് ലൈവ് വരുമ്പോൾ ഒരു 10 മിനിറ്റ് എനിക്ക് കരയാൻ പറ്റാതെ ഒരു മനസ്ധൈര്യത്തോടെ വരണമെന്ന് അതേ ഒന്ന് ഇതായിട്ട് വന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, അത്രത്തോളം മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, മറ്റു നിലക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പല നിലക്കും നമ്മളെ പിന്നിൽ നിന്ന് പലതും പറഞ്ഞ് അല്ലെങ്കിൽ പലതും വാട്സപ്പിൽ അയച്ച് പലരിൽ നിന്ന് ചോദിപ്പിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം റബ്ബ് കാണുന്നുണ്ട്. ഞാൻ ചെയ്താലും അവർ ചെയ്താലും കാണുന്ന ഒരു റബ്ബുണ്ടല്ലോ, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നമസ്കാരം.